പ്രിയമുള്ളവരെ, ഞാനിന്ന് മാഞ്ചസ്റ്ററിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇവിടെ നിന്നും മാഞ്ചസ്റ്ററിൽ നിന്നും ഇന്ത്യയുടെ തെക്ക് ഭാഗത്തേക്ക് റോഡ് മാർഗം 4 സാഹസികരായിട്ടുള്ള ആളുകൾ യാത്ര പുറപ്പെടുകയാണ്. അവരുടെ യാത്രാ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ യാത്രയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് അവരെ ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയുന്നതിനും വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് റവല്യൂഷന്റെ ഈറ്റില്ലമാണ്. ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ മാറ്റങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് റവല്യൂഷനാണ്. ആ ഇൻഡസ്ട്രീസ് റവല്യൂഷന്റെ ഈറ്റില്ലത്തിൽ നിന്ന് 20ഓളം രാജ്യങ്ങൾ കവർ ചെയ്ത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കോട്ടയം എന്ന് പറയുന്ന അക്ഷര നഗരിയിലേക്കാണ് ഇവരുടെ യാത്ര എന്ന് പറയുന്നത്. അവിടുത്തെ പുതുവേലി എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഇത് അവസാനിക്കുന്നത്. ഇത്തരം സാഹസികമായ യാത്രകളിലൂടെയാണ് മനുഷ്യ സമൂഹം ഇന്നോളം നേടിയിട്ടുള്ള അറിവുകൾ എല്ലാം തന്നെ നേടിയിട്ടുള്ളത്. അത്തരം ഒരു സാഹസിക യാത്രയ്ക്ക് പുറപ്പെടുന്ന ഇവരുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഈ യാത്രയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഷോയി ചെറിയാൻ, സാബു, ബിജു, അതോടൊപ്പം തന്നെ റെജി. ഇവർ 4 പേരാണ്. ഇതിൽ 3 പേരാണ് ഇവിടെ നിലവിലുള്ളൂ. 4ാമത്തെ ആള് ചില സാങ്കേതിക കാരണങ്ങളാൽ എത്തപ്പെടാൻ പറ്റിയില്ല. ഇവരോട് നമുക്ക് യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി ചോദിക്കാം. എന്നാണ് യാത്ര പുറപ്പെടുന്നത്? എന്താണ് യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്? ഞങ്ങൾ ഈ വരുന്ന ഏപ്രിൽ 14-ാം തീയതി തിങ്കളാഴ്ച മാഞ്ചസ്റ്ററിലെ സൗത്ത് മാഞ്ചസ്റ്ററിലെ വിദിൻഷയിൽ നിന്നും പുറപ്പെട്ട് ഡോവർ വഴി ഫ്രാൻസിലെത്തി അവിടെ നിന്നും ഏകദേശം 20 രാജ്യങ്ങൾ 2 ഭൂഖണ്ഡങ്ങൾ കടന്ന് ഇന്ത്യയിലൂടെ കേരളത്തിലെത്തി അവസാനിക്കുന്ന ഒരു യാത്രയാണ്. എന്താണ് ഈ യാത്ര കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. വളരെ കാര്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇവിടുത്തെ ഒരു ചാരിറ്റി, ക്രിസ്റ്റി ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടൊരു ചാരിറ്റി ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് കൾച്ചറിനെ മനസ്സിലാക്കുക, വൈവിധ്യമായുള്ള ഫുഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യുക, ഉദ്ദേശ ലക്ഷ്യം. തീർച്ചയായിട്ടും യാത്ര പ്ലാൻ ചെയ്തത് എന്റെ ബുദ്ധിയിലൊരു 8 മാസം മുമ്പ് ഒരു ഐഡിയ വന്നു. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഞാനിങ്ങനെ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു, എന്റെ കൂടെ പോരാൻ ഒരു 3 പേരെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടു. എന്റെ അടുത്ത ദിവസം തന്നെ എന്നെ കോൺടാക്ട് ചെയ്ത 2 പേരിൽ ഒരാളാണ് ഷോയി ചെറിയാൻ. അടുത്തയാള് ഗ്ലാസ്കോയിൽ നിന്നുള്ള റെജി തോമസ്. റെജി തോമസ് നാട്ടിൽ കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. ഞങ്ങൾ 3 പേരാണ് ഇത് തുടങ്ങി വെച്ചത്. അല്ല, ഇത് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മൊമെന്റം അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഇൻസ്പിറേഷൻ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇതിനു മുമ്പ് പലരും രാജേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് നമ്മുടെ നാട്ടിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒത്തിരി പേര് ഡൽഹിയിൽ നിന്ന് റോഡ് മാർഗം ലണ്ടനിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഫേസ്ബുക്കിൽ കൂടെയൊക്കെ കണ്ടും വായിച്ചൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ തന്നെ ഉണ്ടായതാണ്. നമുക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം ഫാമിലി ഒന്നും സമ്മതിക്കത്തില്ല. അപ്പൊ നമുക്ക് പറ്റുന്ന ഒരു 3 പേരില്ല 4 പേര് മാക്സിമം ആ രീതിയിലാണ് പോസ്റ്റ് ഇട്ടത്. പക്ഷെ എനിക്ക് അടുത്ത ദിവസം തന്നെ അതിന്റെ റിസൾട്ട് കിട്ടി. അന്ന് ചേർന്ന 2 പേര് അവര് എന്റെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ബിജു പിമായി എന്ന് പറഞ്ഞ പുള്ളിക്ക് കടയുണ്ട്. അതിന്റെ അസൗകര്യങ്ങൾ കാരണം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചു. പക്ഷെ ഒരു 2-3 മാസം മുമ്പ് പുള്ളി ഇതിനകത്ത് കൺഫർമേഷൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 4 പേരായി. നേരെ യാത്ര എത്ര ദിവസമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടുന്ന് എന്ന് പുറപ്പെടുന്നു, എന്ന് അവസാനിക്കുന്നു? ഇതില് ഈ യാത്രക്കിടയിൽ ഇത് വിശദീകരിക്കേണ്ടത്, യാത്രക്കിടയിൽ ഒരു ദിവസം എത്ര മൈൽ നിങ്ങൾ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്? അതോടൊപ്പം തന്നെ ഇങ്ങനെ സ്റ്റേ എങ്ങനെയൊക്കെയാണ് അവിടെ, സ്റ്റേ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അറേഞ്ച് ചെയ്തത്? അത് മുൻകൂട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? അത് അവിടെ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ചെന്നതിന് ശേഷം സ്റ്റേ ചെയ്യുന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കുകയാണോ ചെയ്യുന്നത്? അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാമോ? ഞങ്ങള് ശരിക്കും പറഞ്ഞാല് ഈ വരുന്ന ഏപ്രിൽ 14-ാം തീയതിയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യുന്നത് പല രാജ്യങ്ങൾക്ക് കൂടി ആയതുകൊണ്ടും കുറെ ദൂരം സഞ്ചരിക്കേണ്ടതുള്ളതുകൊണ്ടും അഡ്വാൻസ് ആയിട്ട് ഒരു അക്കോമഡേഷൻ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ പിന്നെ ഓവർ ഷെഡ്യൂള്
ഞങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. അത് അത്ര ഈസി അല്ലാത്തതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും കഴിയുന്നതും എവിടെ ഞങ്ങൾ ഹോട്ടൽ അക്കോമഡേഷൻ കിട്ടിയാൽ എടുക്കും. അതല്ലെങ്കിൽ ഞങ്ങളുടെ ടെന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ കയ്യിൽ സൗകര്യമുണ്ട്. അപ്പം ടെന്റ് യൂസ് ചെയ്യാം. അതിനുള്ള പാർക്കിംഗ് സ്ഥലങ്ങളും ടെന്റുകാർക്ക് ഇങ്ങനെയുള്ള യാത്രക്കാർക്ക് ടെന്റ് വെച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ അത് മാക്സിമം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യും. അതല്ലെങ്കിൽ ഹോട്ടലുകൾ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ചൈനയിൽ ചെല്ലുമ്പോൾ ഉള്ള ചൈനയിലെ നിയമം അനുസരിച്ച് അവിടുത്തെ ഗൈഡ് നമ്മുടെ ഒപ്പം കൂടും. അവിടുന്ന് നമുക്ക് പർട്ടിക്കുലർ ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിൽ നമ്മൾ അവിടെ എത്തിച്ചേരണം. ആ ഡേറ്റ് അവിടുന്ന് ചൈനയുടെ ബോർഡർ മുതൽ ചൈനയുടെ നമ്മളെ നേപ്പാൾ ബോർഡർ വരെ അവിടുത്തെ ഒരു ഗൈഡ് നമ്മൾ കൺട്രോൾ ചെയ്യും. അതൊരു ഫുൾ ടൂർ പാക്കേജ് പോലെയാണ്. നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് യാത്ര പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അത് അവിടുത്തെ നിയമം അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ആ ഗൈഡിന്റെ മേൽനോട്ടത്തിൽ നമ്മൾ ഒരു 17 ഡേയ്സ് അല്ലെ 17 ഡേയ്സ് ആണ് നമ്മൾ ചൈന നമ്മൾ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം ചൈനയിലെ അക്കോമഡേഷൻ എല്ലാം അത് കറക്റ്റായിട്ട് നമ്മളെല്ലാം ബുക്ക് ചെയ്തിട്ടാണ്. അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് പ്ലാൻഡ് ആയിട്ട് നമുക്ക് അക്കോമഡേഷൻ കാര്യങ്ങൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ ചെല്ലുന്നോടും നമുക്ക് ഏതാണോ സൗകര്യപ്രദമായ രീതിയിൽ നമ്മൾ ബുക്ക് ചെയ്യുന്നു, താമസിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള. നിങ്ങൾ പോകുന്ന രാജ്യങ്ങളുടെ ബ്രീഫായിട്ടുള്ള ഒരു പേരെന്ന് പറയാമോ? 20 പറയണ്ട, എന്നാലും ജസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വളരെ സ്പീഡിലൊന്ന് പറയാമോ? എത്ര രാജ്യങ്ങളിലൂടെ പോകുന്ന മെയിൻ രാജ്യങ്ങളുടെ പേര് പറഞ്ഞാൽ മതിയാകും. ഫ്രാൻസിൽ കയറി അവിടുന്ന് സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഓസ്ട്രിയ, ബൾഗേറിയ, ഹംഗറി, സെർബിയ, മോണ്ടിയോഗ്രോ, ടർക്കി, ജോർജിയ, അർമേനിയ, അസർബൈജാൻ, റഷ്യ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ചൈന, നേപ്പാൾ വഴി ഇന്ത്യ, ബീഹാർ വഴി ഇന്ത്യയിൽ കയറും. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഒരു ദിവസം ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഇത്രയും നീണ്ട ഒരു യാത്രയാണോ? അത് നിങ്ങളിപ്പോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഒരു ദിവസം എത്ര യാത്ര ചെയ്യാവുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രണ്ടാമത് ഒരു ചോദ്യം കൂടെ, രണ്ടിനോട് ഒരുമിച്ചാണ് ആൻസർ ചെയ്യുന്നത്. അതായത് ഇതിന്റെ ഈ ഒരാൾ നാവിഗേറ്റർ വേണം, എന്താണ് ഇതിന് കൃത്യമായി ഇതിന്റെ ജോഗ്രഫി പഠിച്ചിട്ടുള്ള ആൾ വേണം. 2 ഇത് ഡ്രൈവ് ചെയ്യുന്നതിനുള്ള സ്കില്ലുള്ളവർ വേണം. 3 ഇത് ഭക്ഷണം ഉണ്ടാക്കണം. ഇതിന്റെ കൂടെ ഒരു നേഴ്സ്, ഹെൽത്ത് കെയർ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമെന്ന് അതിനുള്ള ആൾ വേണം. അതോടൊപ്പം തന്നെ ഇത് മൊത്തം ജനറൽ കോർഡിനേഷൻ വേണം. ഇതൊക്കെ ആരൊക്കെയാണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കണം. ഒരു ദിവസം എത്ര യാത്ര ചെയ്യും? ഇത് പറഞ്ഞത് അത് പറഞ്ഞത് തുടങ്ങിയോ? സാബു ക്വാളിഫൈഡ് നേഴ്സാണ്. സാബു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ആള്. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്റെ മോള് മരിയ ക്വാളിഫൈഡ് ഡോക്ടറാണ്. അപ്പൊ ഞങ്ങൾക്ക് എവിടെ വന്നാലും ഇന്റർനെറ്റ് കിട്ടും. എന്തെങ്കിലും ആവശ്യം വന്നാൽ മോളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അഡ്വൈസ് കിട്ടും. പിന്നെ ഈ 4 പേരും ഒരു ടീം വർക്കായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുള്ളൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങളുടെ BJP മണി അത്യാവശ്യം ഷെഫാണ്. അത്യാവശ്യം ഫുഡുകളെല്ലാം ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഞാൻ ഫുഡ് നന്നായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന ആളാണ്. കൂടെയുള്ള റെജി അവനും ഭക്ഷണം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ ടീം വർക്കിൽ പോകുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അപ്പൊ ഒരു ദിവസം എത്ര യാത്ര ചെയ്യുന്നുള്ള ആൻസർ ചെയ്തല്ലോ. അത് നമ്മൾ രാവിലെ ഒരു 7 മണിയോടുകൂടി യാത്ര തുടങ്ങി 4 മണിയോടുകൂടി നമ്മൾ യാത്ര അവസാനിപ്പിക്കുക. അത് ഇന്ന ടൗണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഏത് ടൗണിൽ ചെല്ലുന്നോ അവിടെ വെച്ച് തീർന്ന് അതിനുള്ളിൽ നമ്മളൊരു എയർബിഎൻബിയോ ഹോട്ടലോ ഒരു ക്യാമ്പിംഗ് സൈറ്റോ സെലക്ട് ചെയ്ത് അവിടെ നമ്മൾ താമസിക്കും. രാത്രിയിൽ നമ്മൾ ഒരു കാരണവശാലും യാത്ര ചെയ്യത്തില്ല. നിങ്ങൾ ഏതുതരം വണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കാരണം ഇത്രയും എത്ര മൈലാണ് ടോട്ടൽ നിങ്ങൾ ഡ്രൈവ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഏകദേശം 20,000 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട്. 20,000 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട്. ഈ 20,000 കിലോമീറ്റർ ഓടാൻ പാകത്തിന് നിൽക്കാതെ ഓടണ്ടേ വണ്ടി? ഏത് വണ്ടിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? വോൾവോയുടെ XC60 എന്നുള്ള ഹൈബ്രിഡ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറാണ്. അത് 1 വർഷത്തിനുള്ളിൽ വഴക്കമുള്ള കാറാണ്. പിന്നെ എവിടെ പോയാലും നമുക്ക് സർവീസ് ഉണ്ട്. വോൾവോയ്ക്ക് വണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഈ യാത്രയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വണ്ടിക്കുണ്ടായാൽ നമുക്ക് അവിടെ എല്ലാം സർവീസും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലേ? വോൾവോയുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് നമ്മൾ ഓൾ യൂറോപ്പിൽ കിട്ടും. പിന്നെ നമ്മൾ ഓരോ റഷ്യയിൽ കയറുമ്പോഴും അവിടുത്തെ ഒരു ട്രാവൽ പെർമിറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ചൈനയിൽ നമ്മളോട് ഗൈഡുണ്ട് 17 ദിവസം. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും വിഷയം വന്നാൽ ഗൈഡ് നമ്മളെ കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തോളും.
പിന്നെ നേപ്പാൾ, ഇന്ത്യ, അവിടെ എല്ലാ സർവീസ് സെന്ററുകളും ഉണ്ട്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാണ് ആഗ്രഹിച്ചത്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഇപ്പൊ UK നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണല്ലോ ഡ്രൈവ് ചെയ്യുന്നത്. അത് നേരെ ഫ്രാൻസിലോട്ട് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡായി. യൂറോപ്പ് മിക്കവാറും തന്നെ എനിക്ക് തോന്നുന്നു അങ്ങ് യൂറോപ്പിന്റെ എൻഡിൽ വരെ റൈറ്റ് സൈഡിൽ കൂടെ കൂടുതൽ. ജർമ്മനിയിലാണെങ്കിലും ഇവിടെ എല്ലാം റൈറ്റ് സൈഡിൽ കൂടെ ഓടിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ എത്തിയാലും ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് ചൈനയിലും റഷ്യയിലും എനിക്ക് അറിയത്തില്ല. ലെഫ്റ്റ് സൈഡ് തന്നെ. ചൈനയിൽ റഷ്യ ലെഫ്റ്റ് സൈഡ്. അതെ. അപ്പം നിങ്ങൾ യൂറോപ്പ് കഴിഞ്ഞ പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. അത് പിന്നെ പ്രശ്നമില്ല അല്ലേ? അല്ലല്ല, കംപ്ലീറ്റ് നമ്മുടെ ഓപ്പോസിറ്റ്, ഇവിടുത്തെ ഓപ്പോസിറ്റ് ആണ്. കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ. അപ്പം നേപ്പാളിൽ കാര്യം സംശയമുണ്ട്. നേപ്പാളിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മള് നമ്മുടെ സ്ലോ എന്ന് പറഞ്ഞാൽ സ്ലോ ട്രാക്ക് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡാണ്. അവിടെ എല്ലാം സ്ലോ ട്രാക്ക് റൈറ്റ് സൈഡിലാണ്. അപ്പൊ ഇവിടുന്ന് ഇത്രയും നിങ്ങളെല്ലാം പൊതുവിൽ റൈറ്റ് സൈഡിൽ ഓടിച്ച് പരിചയമുള്ളവരായിരിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ നേരിടും എന്ന് വല്ലതും വിചാരിക്കണ്ടോ? അതിനെ എങ്ങനെ പരിഹരിക്കാം? നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണ് അങ്ങനെ റൈറ്റ് സൈഡിൽ കൂടെ ഓടിക്കാവുന്നത് അല്ലെ? അതുകൊണ്ടായിരിക്കും അങ്ങനെ കോൺഫിഡന്റ് ആണോ നിങ്ങൾ? അത് നമ്മൾ ശരിക്കും നമ്മൾ ഇവിടുന്ന് നമ്മൾ ഫ്രാൻസിന്റെ ബോർഡർ ചെന്നതിന് ശേഷം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് എല്ലാവർക്കും ഒരു യൂസ്ഡ് ആകാൻ പാകത്തിന് നമ്മൾ എവിടെയെങ്കിലും ഒരു എന്താ പറയുക അനുയോജ്യമായ സ്ഥലത്ത് അല്ലെങ്കിൽ അതിന്റെ റോഡിൽ കൂടെ യാത്ര ചെയ്ത് നമുക്കൊരു ചിലപ്പോൾ ഒരു പ്രാക്ടീസ് കിട്ടിയതിനു ശേഷം മാത്രമേ ഉള്ളൂ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അത്യാവശ്യം ഞങ്ങൾക്ക് കോൺഫിഡന്റ് ആയി എന്ന് തോന്നിയാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അത് എല്ലാവരും പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളത് വെച്ച് പറയുന്നത് കേട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ യൂസ്ഡ് ആവുന്നതാണ് എല്ലാവരും പറഞ്ഞത്. അത്ര വലിയ വിഷയമല്ല എന്നതാണ് അത്. നിങ്ങളൊരു ക്രിസ്റ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിന്റെ ചാരിറ്റി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ യാത്ര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അതിന്റെ ഒന്ന് വിശദീകരിക്കാമോ? ക്രിസ്റ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇവിടുത്തെ UK വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാൻസർ ഹോസ്പിറ്റലാണ്. അപ്പം ഇങ്ങനെയൊരു യാത്രയെക്കുറിച്ച് തീരുമാനിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള യാത്രയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തെങ്കിൽ പോലും അതിനെ കഴിഞ്ഞൊക്കെ മുന്നോടിയായിട്ട് ഇങ്ങനൊരു യാത്ര പോകുമ്പോൾ എന്തുകൊണ്ട് അതിൽ നമുക്ക് മാത്രം അതിന്റെ ഗുണം കിട്ടാതെ മറ്റ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒരു പ്രയോജനം വരട്ടെ എന്ന് കരുതി ക്രിസ്റ്റി ഹോസ്പിറ്റലിന്റെ ക്യാൻസർ റിസർച്ച് ചാരിറ്റി ഫണ്ടിലേക്ക് എന്തുകൊണ്ട് നമുക്ക് ഒരു ഫണ്ട് റൈസ് ചെയ്തുകൂടാ എന്ന് ഞങ്ങൾ ആലോചിച്ചു. അത് പ്രകാരം ക്രിസ്റ്റി ഹോസ്പിറ്റലിൽ അവിടെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. അവർ നമ്മളെ വളരെ സന്തോഷപൂർവ്വം അതിനെ സ്വാഗതം ചെയ്തു. അതിനെ ബേസ് ക്രിസ്റ്റി ഹോസ്പിറ്റൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ തന്നെ അതിനൊരു എന്റെ വീട്ടില് എന്റെ അമ്മ മരിച്ചത് തന്നെ ഒരു 7 വർഷം ക്യാൻസറിനനുബന്ധിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷമാണ് അമ്മ മരിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ അതിന് ഹോസ്പിറ്റൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്രമാത്രം ചാരിറ്റി ഫണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. കാരണം ആ ഫുൾ ട്രീറ്റ്മെന്റ് എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിന് പൗണ്ടോളം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് മുടക്കിയിട്ടുണ്ട് ഇവിടുത്തെ അനുസരിച്ച്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അല്പം അതിന്റെ ഒരു അംശം എങ്കിലും തിരിച്ചു കൊടുക്കാൻ സാധിച്ചാൽ അതായിരിക്കും ഞങ്ങൾക്ക് ഈ യാത്രയിൽ കൂടെ ഞങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് ഞങ്ങൾ കരുതുന്നു. അതുപോലെ നമുക്കറിയാവുന്ന എത്രയോ കുടുംബങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് ക്യാൻസർ ബാധിച്ച് ഇപ്പോഴും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കഴിയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം പറയാം, നമ്മുടെ നാട്ടില് ഒരു ക്യാൻസർ ബാധിച്ച ഒരു രോഗി ഒരു വീട്ടിലുണ്ട്. ആ വീട് സാമ്പത്തികമായി ഇല്ലാതെയായിത്തീരും തീർച്ചയായിട്ടും. പക്ഷെ ഇംഗ്ലണ്ടില് നമ്മൾ പലപ്പോഴും വളരെ അഭിമാനത്തോടുകൂടി, ഇപ്പം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ജനത തന്നെ വളരെ അഭിമാനത്തോടെ കൂടി കാണുന്ന സ്ഥാനമാണ് NHS എന്ന് പറയുന്നത്. ഈ സ്ഥാപനം ആരംഭിച്ചത് ഈ മാഞ്ചസ്റ്ററിലാണ്. നിങ്ങൾ ഈ മാഞ്ചസ്റ്ററിൽ നിന്ന് യാത്ര പറയുമ്പോൾ ഈ മാഞ്ചസ്റ്ററിലാണ് ആദ്യത്തെ ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്തത്. ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ യാത്ര പുറപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാനവികത ഉയർത്താൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ ഉദ്യമം എന്ന് പറയുന്നത് തികച്ചും അഭിനന്ദനാർഹമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താണെങ്കിലും ആ ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഭക്ഷണ കാര്യത്തിൽ ഇവിടെ ഈ ഇരിക്കുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണപ്രിയൻ എന്ന് പറഞ്ഞ ഷോയിയാണ്. ഈ ഭക്ഷണപ്രിയനായിട്ടുള്ള ഷോയി എന്ന് മറുപടി പറയട്ടെ. അദ്ദേഹം ഈ പോകുന്ന വഴിയിലെ ഭക്ഷണം ഇദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങളെക്കാൾ കോൺഷ്യസ് ആണ് പുള്ളി. അതിന്റെ കാരണം ഭക്ഷണം കിട്ടിയില്ല പുള്ളിക്ക് വലിയ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഷോയി ഈ ഭക്ഷണം എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? നിങ്ങൾക്ക് സ്വന്തമായി സംവിധാനം ഉണ്ടോ വണ്ടിക്കകത്ത്, അതോ ചെല്ലുന്ന സ്ഥലത്തു നിന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടി? അത് ഒന്ന് പറയാമോ? ഭക്ഷണത്തിന് ഞാൻ ഒരിക്കലും ഒരു സ്മോക്കർ അല്ല. അതുപോലെ ഡ്രിങ്ക്സ് ആണെങ്കിലും വളരെ ലിമിറ്റഡ് ഡ്രിങ്ക്സേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഏത് ഫുഡ് കിട്ടിയാലും അതിന്റെ അകത്ത് എന്തെങ്കിലും
ബാക്ടീരിയ ഇൻഫെക്ഷനോ ആണല്ലേ സ്മെല്ല് കൊണ്ടോ ടേസ്റ്റ് കൊണ്ടോ എനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് എനിക്കൊരു 20 വർഷത്തിനകം എനിക്കൊരു ഫുഡ് പോയിസണിങ് ഉണ്ടായിട്ടില്ല. എന്റെ കാരണം ഫുഡ് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിലാകും, അത് വേണ്ടെന്ന് വെക്കും. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ബിജു ഉണ്ട്, ഇവന്റെ ഫുഡ് പലപ്പോഴും കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞു കൊടുത്താൽ ചെയ്യുന്നവരാ ബാക്കിയുള്ളത്. അതുകൊണ്ട് ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾക്ക് യാതൊരു പടിയില്ല. ഞങ്ങള് എന്ത് കിട്ടിയാലും ടേസ്റ്റോടുകൂടി കഴിക്കാൻ ഞങ്ങൾ എല്ലാവരും റെഡിയാ. അത്യാവശ്യം ഞങ്ങള് കുക്ക് ചെയ്യാനുള്ള ഗ്യാസും ചെറിയൊരു അടുപ്പും അതിനുള്ള പാത്രങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിന്റെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. സാഹചര്യം കിട്ടിയാൽ ഞങ്ങൾ സ്വയം കുക്ക് ചെയ്യും, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്നതാണ്. ഇനി പോകുന്ന വഴിയില്ല. ഇപ്പൊ ഇത്രയും ദിവസം നിങ്ങൾ വണ്ടിക്കകത്തിരിക്കുകയാണ്. അപ്പം ഈ വണ്ടിക്കകത്തിരിക്കുമ്പോൾ ഒരു എക്സസൈസ് ആവശ്യമുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അത് നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ചെന്ന സ്ഥലത്ത് നടക്കാൻ പറ്റുമോ, അത് ഓടാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും എക്സസൈസ് ആ തരത്തിൽ ചിന്തിക്കും? കാരണം നിങ്ങൾ ഈ ലോങ് ടൈം ഈ വണ്ടിക്കകത്തിരിക്കുന്നു, ഒരു ദിവസം 8 മണിക്കൂർ വണ്ടിക്കകത്തിരിക്കുന്നു മിനിമം. അപ്പൊ വണ്ടിക്കകത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് എക്സസൈസ് ആവശ്യമുണ്ട് നിങ്ങളുടെ ശരീരം. നിങ്ങളെല്ലാം 45 കിടന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് എക്സസൈസ് ആവശ്യമുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിന് ഞങ്ങളൊരു പ്ലാൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും എവിടെയാണെങ്കിലും ഏത് സ്ഥലത്തായാലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 1 മണിക്കൂർ വേണ്ട വ്യായാമങ്ങൾ വേണ്ടത് അതിനെപ്പറ്റി എന്തെങ്കിലും എക്സസൈസ് നമുക്ക് വേണ്ട ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഞങ്ങൾ യാത്ര ഞങ്ങൾ തുടരുന്നത്. കാരണം ഒരു 4-5 മണിക്കൂർ ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ 3 മണിക്കൂറായിരിക്കാം, ചില ദിവസങ്ങളിൽ ചിലപ്പം 9 മണിക്കൂർ 10 മണിക്കൂർ വരെ യാത്ര ചെയ്യേണ്ട ദിവസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് മിനിമം 1 മണിക്കൂറെങ്കിലും ഒരു എക്സസൈസ് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്ത ശേഷം മാത്രമേ ഉള്ളൂ ഞങ്ങൾ. അത് ഞങ്ങളുടെ ഞങ്ങൾ 4 പേരും കൂടി തീരുമാനിച്ച ഒരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും അത് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. അല്ല, നേഴ്സായിട്ടുള്ള സാബ് കൂടെ ഉള്ളതുകൊണ്ട് എക്സസൈസിനെ പറ്റി കൂടുതൽ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാനും കോൺഷ്യസ് ആക്കാനും പുള്ളിക്ക് കഴിയും. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് പക്ഷേ കുക്കിങ്ങിന്റെ കാര്യം പുള്ളിക്കാണ് ഇൻചാർജ്. ആഹാരം പോലെ തന്നെ എക്സസൈസ് ഒരുപോലെ ബിജു ആണ് എന്റെ ഇൻചാർജ്. എന്തെല്ലാം എക്സസൈസ് എത്ര സമയം ചെയ്യണം പുള്ളി തീരുമാനിക്കും. ഇക്കൂട്ടത്തിൽ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാം. ചാരിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മലയാളികൾ ഒത്തിരി പേര് ഞങ്ങളെ പല പ്രാവശ്യമായിട്ട് വിളിച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അവസരത്തിൽ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറൊരു അവസരം കിട്ടത്തില്ല. പലരുടെയും സംശയം ഈ ക്രിസ്റ്റിക്ക് കൊടുക്കുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നുള്ള രീതിയിൽ പലരും ഞങ്ങളെ അത് ഒരിക്കലും അല്ല. ഈ പൈസ നേരെ ചാരിറ്റി അവരുടെ ഫണ്ടിലോട്ടാണ് പോകുന്നത്. നമുക്ക് യാതൊരു അക്സസും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ആരെങ്കിലും അവർക്ക് പൈസ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഒരു കൺഫർമേഷൻ നമുക്ക് വരും, ഇനി ആൾ ഇത്ര രൂപ കൊടുത്തു, ഇത്ര രൂപ അവർക്ക് ഫണ്ട് കിട്ടിയെന്നുള്ളത്. സേവ് ചെയ്ത മലയാളികൾ വേറെ രീതി ചിന്തിക്കരുത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് സേവ് ചെയ്ത പൈസയായിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. തീർച്ചയായും പറഞ്ഞു തന്നെ. കാരണം ഈ ആളുകൾക്കെല്ലാം സംശയമുണ്ട്. നിങ്ങൾ ഗോഫർ ഫണ്ട് വെച്ചപ്പം പൈസ എല്ലാവരും എനിക്കറിയാതെ അങ്ങോട്ട് പോകുന്ന ടെസ്റ്റിലേക്കാ പോകുന്ന എനിക്കറിയാം. ഞാനും പൈസ ഇട്ടാറുന്നില്ല. അത് നമ്മളങ്ങനെ കഴിയാവുന്ന ചെറിയ പൈസ. പക്ഷെ ആളുകൾക്ക് പൊതുവിൽ നിങ്ങൾ അതിന്റെ പേരിൽ ഫണ്ട് കളക്ട് ചെയ്താണോ പോകുന്ന സംശയം വരും. നമ്മുടെ മലയാളികൾക്ക് സംശയത്തിന്റെ കാര്യത്തിൽ ആളുകൾ നമ്മുടെ മലയാളികൾ ഒട്ടും പുറകിലല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല എന്നുള്ള കാര്യം ഇദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കുക. ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത് ചാരിറ്റി അവർക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഈ യാത്രയുടെ ഭാഗമായി ചാരിറ്റി കളക്ട് ചെയ്യുന്നത് ഓൾറെഡി ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊടുത്തു കഴിഞ്ഞു. ഇവരുടെ സ്വന്തം പൈസ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ആളുകൾ മനസ്സിലാക്കുക. ഇവർക്ക് യാത്രയിലും അതോടൊപ്പം തന്നെ യാത്ര എന്ന് പറയുന്ന സാഹസികതയിലും വലിയ താല്പര്യമുള്ളതുകൊണ്ടാണ് ഇവർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ നമ്മുടെ ഇന്ത്യയിലേക്ക് പോകാനുള്ള എളുപ്പ വഴി നമ്മളിപ്പം നിങ്ങൾക്കറിയാമായിരിക്കും ഒരു പക്ഷേ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇസ്താംബിൾ, ഇന്നത്തെ ഇസ്താംബിൾ, പഴയ കോൺസ്റ്റാന്റിനോപ്പിളില് ഒരു ബാസ്പ്രസ് എന്നൊരു കടലെടുക്കുണ്ട്. ആ കടലെടുക്ക് വഴിയായിരുന്നു ഈ പറഞ്ഞ ഏഷ്യയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് വരുന്ന കുരുമുളകും മറ്റു സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഒരു 5 ഷെല്ലിങ് ടാക്സ് ആ പ്രദേശം പിടിച്ചെടുത്ത ഡച്ചുകാർ കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വാട്ടർവേ അന്വേഷിച്ചാണ് യഥാർത്ഥത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ ആ 5 മനസ്സ് കൂട്ടിക്കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പുതിയ വാട്ടർവേ അന്വേഷിച്ച് വരുന്നത്. നിങ്ങൾ അന്ന് അവർ വന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് ഈ ചർക്കൽ വന്നുകൊണ്ടിരുന്നത് ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, പിന്നീട് ഇറാൻ, അതുപോലെ തന്നെ ടർക്കി, അങ്ങനെ ഗ്രീക്ക്, അവിടുന്നാണ് ജർമ്മനിയൊക്കെ കൂടി ഇവിടെ ഇംഗ്ലണ്ടിലൊക്കെ സാധനങ്ങൾ വന്നിരുന്നത്. ആ വഴി നിങ്ങൾ എന്തുകൊണ്ട് പ്രിഫർ ചെയ്യില്ല? ഇറാനും പാകിസ്ഥാനും അടങ്ങുന്ന ആണ് ഈസി ആയിട്ടുള്ള വഴി ഇന്ത്യയിലേക്ക് എത്താനുള്ളത്. ആ വഴി എന്തുകൊണ്ട് പ്രിഫർ ചെയ്യാതെ നിങ്ങൾ ചൈനയും റഷ്യയും കൂടി റഷ്യയും ചൈനയും കൂടി ഇന്ത്യയിലെത്താൻ ശ്രമിച്ചു? ഇപ്പൊ ചേട്ടായി പറഞ്ഞ വഴി കൂടെ നമ്മൾ പോവാണെങ്കിൽ നമുക്കൊരു 20-25 ദിവസം സേവ് ചെയ്യാമായിരുന്നു.
അതുപോലെ അതാണ് ഈസി വേ. അതായത് യൂറോപ്പിലേക്കുള്ള റോഡ് മാർഗം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ചുറ്റി കറങ്ങിയാണ് നേപ്പാൾ വഴി ഇന്ത്യയിലെത്തുന്നത്. പക്ഷെ ഈ വഴിക്ക് ഒത്തിരി അതിന്റേതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് മലപ്പുറം ഞങ്ങൾ അവോയ്ഡ് ചെയ്തതാണ്. ചില സമയത്ത് നമുക്ക് ആ ബോർഡറിൽ നിന്ന് ചിലപ്പോൾ കയറാൻ ഇറാന്റെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. ഇറാനിലെ ഈ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ചെല്ലുന്നവർക്ക് പലപ്പോഴും വിസ കിട്ടാൻ പാടുവരും. അതുപോലെ പാകിസ്ഥാൻ കുറച്ചുകൂടെ നമ്മളെ സംബന്ധിച്ചുള്ള സെക്യൂരിറ്റി റീസൺസ് കുറച്ചുകൂടെ കൂടുതലുണ്ട്. അവിടെ ചെന്നിട്ട് റിജക്ട് ആയ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് നമ്മുടെ സേഫ് ആയിട്ടുള്ള റോഡ് ഇത് ദൂരെ കൂടുതലാണെങ്കിൽ പോലും നമ്മൾ ഇത് റഷ്യ ചൈന വഴി ചൂസ് ചെയ്ത് നടക്കും. തന്നെ ഇത് രണ്ട് പ്രോമിനന്റ് ആയിട്ടുള്ള ലോകത്തിലെ രണ്ട് പ്രോമിനന്റ് ആയിട്ടുള്ള രാഷ്ട്രങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും നന്നായിരുന്നു. ഇനി നിങ്ങളുടെ ഈ ഫാമിലി ഇതൊരു വലിയ റിസ്ക്കാണ് നിങ്ങൾ എടുക്കുന്നത്. കാരണം നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയതിനും ഒരു 45-50 ഒക്കെ അടുത്ത ആൾക്കാരാണ്. ഞാനും ഷോയൊക്കെ 50 കടന്ന ആൾക്കാർ. അപ്പൊ ഈ ഇങ്ങനെ ഉള്ള ഒരാൾക്കാരുടെ ഹെൽത്ത് കണ്ടീഷനെ സംബന്ധിച്ചൊക്കെ ഒരു പരിധിവരെ ഈ ഫാമിലിക്കൊക്കെ കൺസേൺ കാണുമല്ലോ. അപ്പൊ ഈ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? കാരണം നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അപ്പം നിങ്ങളുടെ ഫാമിലി ഏത് തരത്തിലാണ് സപ്പോർട്ട് ചെയ്തത്? ഫാമിലിനെ നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്താണ്. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ആദ്യം എതിരായിരുന്നു. പിന്നെ എന്റെ മകൻ ചോദിച്ചു, പപ്പ ഈ പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താ? ഗീവ് മി എ വാലിഡ് റീസൺ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മോനെ കൊടുത്ത്, മോനെ 30 വയസ്സ് വരെ പപ്പ മമ്മിയെ കല്യാണം കഴിക്കുന്നവരെ പപ്പയുടെ പേരൻസ് പറയുന്നത് കേട്ട് ഒബേ ചെയ്ത് ജീവിച്ചു. മമ്മിയെ കല്യാണം കഴിച്ചിട്ട് 29 വർഷമായി. ഈ 29 വർഷം പപ്പ മമ്മീനെ ഒബേ ചെയ്ത് ഡീസന്റ് ആയിട്ടും ഡിസിപ്ലിൻ ആയിട്ട് ജീവിച്ചു. പപ്പായ്ക്ക് നീ 60 വയസ്സായി. ഇനി 10 വർഷം കഴിഞ്ഞാൽ ഞാൻ എന്റെ മക്കളും എന്റെ കൊച്ചുമക്കളും പറയുന്നത് കേട്ട് നിങ്ങളെ പേടിച്ച് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ എന്റെ ടൈമാണ്. എനിക്കിന്ന് ലോകമൊക്കെ ഒന്ന് കണ്ടും കേട്ടും കൊച്ചുമക്കൾക്ക് സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ വിധത്തിന് ഒന്ന് പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഇനി കോളേജിൽ പോയി പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി ഈ 20 രാജ്യങ്ങൾ കിടക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ ഒരു അവസരം അത് ഭയങ്കര ഒരു ഹാസ്യ രൂപേണ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ എന്റെ മോള് ഡോക്ടർ മരിയ പറഞ്ഞു, പപ്പ കാര്യം പറഞ്ഞു. ആ കൂടെ മോൻ സപ്പോർട്ട് ചെയ്തു. പിന്നെ കൊച്ചുമോള് സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്റെ വൈഫിന് ഹാപ്പിയായി. ബിജുവിന്റെ വൈഫ് ഷേർലി ഗ്രേസി, പിന്നെ സാബുവിന്റെ ഭാര്യ ബിന്ദു, ഇവരൊക്കെ ആയിട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല പേഴ്സണൽ ബന്ധമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തു. ഞാൻ നിങ്ങൾ പോയി വരാൻ പറഞ്ഞു. ഇനി യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞ ഹോട്ടൽ ബുക്ക് ചെയ്യാണ്, അതുപോലെ തന്നെ മറ്റേ വിസയുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാല് ഓക്കെ, ഈ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളെല്ലാം പിള്ളേര് യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരൊക്കെയാണ്. ഷോയുടെ കൊച്ചാണെങ്കിൽ ഡോക്ടറാണ്, അതുപോലെ തന്നെ പിള്ളേരെല്ലാം ബാക്കിയുള്ളവരെല്ലാം യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരും ഒക്കെയാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയാണ്. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയല്ലേ? അങ്ങനെ ഒരു സപ്പോർട്ട് അവർ തരികയല്ലേ? എന്താവശ്യം വന്നാലും നമ്മൾ ഏത് ലൊക്കേഷനാണെങ്കിലും ഇന്റർനെറ്റ് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് പിള്ളേരെ കോൺടാക്ട് ചെയ്യാം, ഫാമിലിയെ കോൺടാക്ട് ചെയ്യാം. അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ഈ ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടുമോ? എല്ലാ സ്ഥലത്തും കിട്ടും. അതിന് അതുപോലെ തന്നെ നിങ്ങൾ ഇതിന്റെ വിസ ഇവിടുന്ന് അതിന്റെ ആ പ്രോസസ്സും കൂടി പറയാം. നിങ്ങൾ എങ്ങനെയാണ് ഈ ആദ്യം ഇവിടുന്ന് പോകുന്നതിന് വേണ്ടി ഒരു വിസ എടുത്തത്? അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉള്ളവർക്ക് യൂറോപ്യൻ യൂണിയൻ ജോർജിയ വരെ നമുക്ക് വിസയുടെ ആവശ്യമില്ല. പിന്നെ നമുക്ക് വിസ വേണ്ട ഒരു സ്ഥലം റഷ്യ. അത് നമുക്ക് ഞങ്ങളിവിടെ എഡിൻബറോയിൽ പോയി വിസ സെന്ററിൽ പോയി വിസ സ്റ്റാമ്പ് ചെയ്തു. അവിടെ എംബസി ഉണ്ട് റഷ്യയുടെ? റഷ്യ എംബസി ഉണ്ട്. എംബസി പോകണ്ട, നമുക്ക് വിസ സെന്റർ അവിടെ പോയാൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചൈനയുടെ വിസയ്ക്ക് നമ്മുടെ മാഞ്ചസ്റ്ററിൽ തന്നെ ഉണ്ട്. അവിടെ പോയി വിസ സെന്ററിൽ പോയി അത് സ്റ്റാമ്പ് ചെയ്തു. പിന്നെ നേപ്പാളിന്റെ നമുക്ക് ആവശ്യമുണ്ട്. നേപ്പാളിന്റെ പക്ഷേ വിസ അവർ സ്റ്റാമ്പ് ചെയ്ത് തരുന്നില്ല. നമ്മളവിടെ ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ട് കൊടുത്താൽ അവർ വേറൊരു ലെറ്റർ നമുക്ക് തരും. ലെറ്ററുമായിട്ട് നേപ്പാളിന്റെ ബോർഡർ ചെല്ലുമ്പോൾ ഓൺ അറൈവൽ വിസ അടിച്ചു തരും. ഈ 3 വിസയുടെ ആവശ്യമുള്ളൂ നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉള്ളവർക്ക്. അത് നല്ല ഇൻഫർമേഷൻ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ വിസയുടെ കാര്യമൊക്കെ ആകട്ടെ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾ ഇങ്ങനെ ഒരു യാത്രയെ പറ്റി ചിന്തിക്കുമ്പോൾ ഇതിന്റെ ഡോക്യുമെന്റിനെ പറ്റിയാണ്. ജോഗ്രാഫിക്കലായിട്ട് നമുക്ക് ബോധമുള്ള ആളുകളൊക്കെ കണ്ടെത്താം. പക്ഷേ ഈ ഡോക്യുമെന്റ് ഉണ്ടാക്കാനും പിടിക്കാനും നടക്കാനുള്ള യാത്രയൊക്കെ ആയിരിക്കും ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അപ്പൊ എന്താണെങ്കിലും അത് അത്തരം കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾ ആളുകൾ കൊടുക്കാനുള്ളത് അല്ലേ? ഇത് വലിയ തലവേദനയുള്ള കാര്യമൊന്നുമല്ല. കാരണം നമുക്ക് കഴിഞ്ഞ ജൂണില് ബ്രിസ്റ്റോളിൽ നിന്ന് നോബിയുടെ ബ്രദർ ജോബി ആയിട്ട് ഒരു ഇതുപോലെ സെയിം റൂട്ടിൽ കൂടെ യാത്ര ചെയ്തായിരുന്നു. അപ്പം നോബി യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ഷോയിലിനോട് നോബിയുടെ വീട്ടിൽ ബ്രിസ്റ്റോളിൽ പോയി കണ്ട് സംസാരിച്ച് പുള്ളി എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. ഇന്നലെ പുള്ളി ഡെയിലി നമ്മളോട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു 60% ഈസിയായി കാര്യങ്ങൾ. കാരണം അവരിതെല്ലാം അഭിമുഖീകരിച്ച് കവർ ചെയ്ത സാധനങ്ങൾ നമുക്ക് പറഞ്ഞു നമ്മൾ ജസ്റ്റ് അത് ചെയ്താൽ മതിയായിരുന്നു. നോവി ഒരു ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് ഈ യാത്രയിൽ തന്നിരിക്കുന്നത്. ഇതിലൂടെ വേറൊരു വണ്ടിക്കൊരു വിസ വേണം.
ഓക്കെ അത് പറഞ്ഞു. അത് കാർനെറ്റ് എന്ന് പറയും. അത് നമ്മുടെ വണ്ടിയുടെ വാല്യുവേഷൻ അവർക്ക് കൊടുക്കുമ്പോൾ അവരൊരു ഡിപ്പോസിറ്റ് എമൗണ്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിക്ക് അവർ 20,000 പൗണ്ടാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഡിപ്പോസിറ്റ് ആയിട്ട് അവിടെ കൊടുക്കണം. ഇത് നാട്ടിൽ ചെന്ന് തിരിച്ച് ഈ വണ്ടി ഇവിടെ വന്നാലേ ഉള്ളൂ ആ പൈസ. തിരിച്ച് വണ്ടി കൊണ്ടുവരുന്നത് പറഞ്ഞു. വണ്ടി ഇവര് 3 പേരും തിരിച്ച് ഫ്ലൈറ്റിന് കയറി വരും. എന്നോട് വരാൻ വേറെ 3 പേര് നാട്ടിൽ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇംഗ്ലണ്ടിലോട്ടുള്ളവർ ടൂറിസ്റ്റ് വിസയിൽ വരാനായിട്ട് എന്റെ കൂടെ നാട്ടിലുള്ള 3 ഫ്രണ്ട്സാണ്. അവര് ഈ വരുന്ന വഴിക്കുള്ള വിസയിൽ എടുത്തിട്ടുണ്ടോ? അവരിപ്പൊ തുടങ്ങിയില്ല. ഇപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവര് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഏപ്രിലല്ലേ തുടങ്ങി? ഏപ്രിൽ 14. ഇനിയിപ്പോ ഇതിപ്പം 15 ദിവസം 5 ദിവസമുള്ളൂ. വലിയ ദിവസമില്ലല്ലോ. ഞങ്ങൾ തിരിച്ചു വരുന്ന ഓഗസ്റ്റ് 20 ശരിയാ. നിങ്ങൾ ഈ കോസ്റ്റ് 4 പേരും കൂടി ഇത് ഷെയർ ആയിട്ടായിരിക്കും എടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ മൊത്തം ടോട്ടൽ കോസ്റ്റ് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത് എത്രയാ? ഒരാൾക്കൊരു 5,000 പൗണ്ട്. 5,000 പൗണ്ട് തീരൂല്ലേ? ഓക്കെ. അതൊരു നല്ല കാര്യമാണ്. കാരണം 5,000 പൗണ്ട് 20,000 പൗണ്ടാണ് നിങ്ങൾ ആകെ കോസ്റ്റ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മൾ എടുക്കുന്ന ഹോട്ടല് എല്ലാം അതനുസരിച്ചിരിക്കും. എന്തായാലും നിങ്ങളുടെ ഈ യാത്രക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഇത് മുമ്പോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് കണ്ട ആളുകൾക്ക്, ഇത് കാണുന്ന ആളുകൾക്ക് നാളുകളിൽ ഒരു യാത്ര പുറപ്പെടാനും ലോകത്തിന്റെ വ്യത്യസ്ത സംസ്കാരങ്ങളും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ജീവിത രീതികളും വസ്ത്രധാരണങ്ങളും എല്ലാം മനസ്സിലാക്കാൻ നിങ്ങളുടെ യാത്ര കൂടുതൽ ഇടയാകട്ടെ. അങ്ങനെ നിങ്ങൾ പോകുന്ന വഴികളിലൂടെ ഈ കാണുന്ന എല്ലാത്തരം പെക്യൂലിയർ ആയിട്ടുള്ള സംഭവങ്ങളും ഷൂട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം ഇത് എല്ലാവർക്കും ഇത്രയും പൈസ മുടക്കി 5,000 പൗണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ മനസ്സിലാക്കണം ഏകദേശം 5-6 ലക്ഷത്തോളം രൂപ വരും. ഈ 5 ലക്ഷത്തോളം രൂപ മുടക്കി ഒരു യാത്ര ചെയ്യാൻ സാധാരണ ഒരു മലയാളിക്ക് കഴിയില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്രയിലൂടെ സമൂഹത്തിന് അത് കൂടുതൽ വിവരങ്ങൾ നൽകാനും നാളുകളിൽ ഇങ്ങനെ ഒരു യാത്ര പോകാൻ ആളുകൾക്ക് പ്രചോദനമാകാനും അങ്ങനെ നാടും സംസ്കാരങ്ങളും ഒക്കെ കാണാനും മറ്റുള്ളവർക്ക് ഇടയാവട്ടെ. നിങ്ങളുടെ യാത്ര അങ്ങനെ സമൂഹത്തിനൊരു നന്മയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.